പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിക്കും ലോട്ടറി അടിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിനെ തുടർന്ന് രണ്ട് പാർട്ടികളും ഒന്നാകുമ്പോൾ അതിന്റെ ഗുണം ബിജെപിക്കാണ് ലഭിക്കുന്നത്. അതേസമയം ശരത് പവാർ അജിത് പവാർ പക്ഷങ്ങൾ ഒന്നിക്കുമ്പോൾ എൻഡിഎയിൽ നിൽക്കുമോ അതോ ഇന്ത്യ മുന്നണിക്ക് കൈകൊടുക്കുമോ എന്നും വ്യക്തമല്ല. മണിക്കൂറുകൾക്കുള്ളിൽ ലയനം പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ലയന ചർച്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലായിരുന്നുവെന്നും ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഔദ്യോഗികമായി ഒരുമിച്ച് ചേരുന്നതിനുള്ള കളമൊരുക്കാൻ ഇരുപക്ഷത്തെയും നേതാക്കൾ തയ്യാറെടുക്കുകയായിരുന്നുവെന്നും മറാത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അജിത് പവാറിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം വന്നിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നിലെ രാഷ്ട്രീയ പ്രക്രിയ മാറ്റമില്ലാതെ തുടരുമെന്നാണ് എൻസിപി നേതാക്കൾ പറയുന്നത്. ബുധനാഴ്ച വൈകിട്ട് അജിത് പവാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ബാരാമതിയിലെത്തിയ മുതിർന്ന എൻസിപി നേതാക്കൾ ഒരു യോഗം ചേർന്നിരുന്നു. മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ചർച്ചകൾ തുടരേണ്ടതിന്റെ അടിയന്തര സാഹചര്യത്തെക്കുറിച്ച് ഈ യോഗത്തിൽ സംസാരിച്ചതായാണ് വിവരം. ശരത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപി മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗമാകുന്നതിലേക്കുള്ള ഒരു ചുവടുവയ്പായിരിക്കും ലയനമെന്നാണ് വിവരം. നിലവിൽ അജിത് പവാർ നയിച്ചിരുന്ന വിഭാഗം ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിന്റെ ഭാഗമാണ്. അതേസമയം ശരത് പവാർ വിഭാഗം ഉദ്ധവ് ശിവസേന, കോൺഗ്രസ് എന്നിവരടങ്ങുന്ന മഹാവികാസ് അഘാഡിയിലെ അംഗവുമാണ്. രണ്ട് എൻസിപി വിഭാഗങ്ങൾക്കിടയിലെ പ്രധാന കണ്ണിയായിരുന്നു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ. ശരത് പവാർ വിഭാഗവുമായുള്ള ആശയവിനിമയ വാതിലുകൾ വീണ്ടും തുറക്കുന്നതിലും ചർച്ചകൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നതിലും അജിത് പവാർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. മുതിർന്ന എൻസിപി എംഎൽഎ ജയന്ത് പാട്ടീലും ശശികാന്ത് ഷിൻഡെയും ലയന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. സാധ്യമായ മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ചും ലയനത്തിന്റെ ഭാഗമായി പുതിയ മുഖങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചും അനൌദ്യോഗിക ചർച്ചകളും നടക്കുന്നുണ്ട്. അജിത് പവാറിന്റെ വേർപാട് എല്ലാവർക്കും വലിയ നഷ്ടമാണെന്ന് ജയന്ത് പാട്ടീൽ പറഞ്ഞു. അടുത്ത കാലത്തായി ഇരു വിഭാഗങ്ങളും അടിക്കടി കൂടിക്കാഴ്ച നടത്താറുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ജനുവരി 16-ന് എന്റെ വസതിയിൽ വെച്ച് തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കുന്നതിനെ കുറിച്ച് അന്തിമ ചർച്ചകൾ നടത്തിയിരുന്നു. ജനുവരി 17-ന് ശരത് പവാറിന്റെ വീട്ടിലും യോഗം ചേർന്നിരുന്നു. ലയന ചർച്ചകൾ നേരത്തെ ഉണ്ടാക്കിയ ധാരണകൾക്ക് അനുസൃതമായാണ് മുന്നോട്ട് പോയിരുന്നതെന്ന് ഷിൻഡെ അറിയിക്കുന്നുണ്ട്. സത്യം സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്നിക്കുമെന്നും അജിത് പവാർ സൂചിപ്പിച്ചിരുന്നു. ശരത് പവാറിന്റെ മാർഗനിർദ്ദേശം തേടിക്കൊണ്ടാണ് അജിത് പവാർ ഇക്കാര്യം അറിയിച്ചത്. പൂനെ, പിംപ്രി, ചിഞ്ച്വാഡ് നഗരസഭാ തിരഞ്ഞെടുപ്പുകളിൽ രണ്ട് എൻസിപി വിഭാഗങ്ങളും ഒന്നിച്ച് മത്സരിച്ചതോടെയാണ് ലയന ചർച്ചകൾക്ക് വേഗത ലഭിച്ചത്. ഇരുപക്ഷവും തമ്മിലുള്ള അകൽച്ച കുറയുന്നതിന്റെ പരസ്യമായ സൂചനകളും മാധ്യമ റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു. നേതാക്കൾ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം പ്രകടിപ്പിക്കുകയും ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നതായി വ്യക്തമാക്കുകയും ചെയ്തതാണ്. പൊതു റാലികളിലും അജിത് പവാർ ലയനത്തിന്റെ സൂചനകൾ നൽകിയിരുന്നു. ഞങ്ങൾ ഒന്നിക്കുന്നതിൽ ചിലർക്ക് എന്താണ് ഇത്ര വിഷമം എന്നായിരുന്നു ഒരിക്കൽ അജിത് പവാറിന്റെ മറുചോദ്യം. ഇതിന് പിന്നാലെയാണ് അജിത് പവാർ വിമാനാപകടത്തിൽ മരണമടയുന്നത്. എന്തായാലും ശരത് പവാറിന്റെ 8 എംപിമാർ എൻഡിഎയിലേക്ക് എത്തുമ്പോൾ എണ്ണം 300-ൽ എത്തി നിൽക്കുമെന്നും കാണാൻ സാധിക്കും.